يسر الحساب يا صاحب البعداد كل ناصري. അസ്സലാമു അലൈക്കും. മലയാളത്തിൽ എഴുതി വെച്ചിട്ട് പോലും നീട്ടിപ്പാടി അത് മുഴുമിക്കാൻ കഴിയാത്ത ഹാമിദിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്രിയമുള്ളവരെ, ഈ വീഡിയോകൾ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ അവരെഴുതി വെക്കുന്ന വാക്കുകൾ അത് പരമാവധി ഞാൻ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും വാക്കുകൾ മറയാതെ വരികയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ക്ഷമിക്കണം. ഇതുപോലെയുള്ള വാക്കുകൾ എൻ്റെ അജണ്ടയല്ല. ഞാൻ ഇതുപോലെയുള്ള വാക്കുകൾ, എന്നെ തെറി പറയാത്ത ആളുകളെ ഞാൻ അങ്ങോട്ട് തെറി പറയാറില്ല, അല്ലെങ്കിൽ തെറി വാക്കുകൾ എഴുതി വെക്കാറില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുള്ള രസകരമായ കുറേ വാക്കുകളുണ്ട്. അപ്പോൾ ഇത്ര രസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് രസമാവും, അതുകൊണ്ടാണല്ലോ അല്ലേ അവരെഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും ഒന്ന് മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് മറഞ്ഞിട്ടില്ലെങ്കിൽ അതെൻ്റെ വകയല്ല എന്നുള്ളത് സാന്ദർഭികമായിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഏതോ ഒരു മൗലൂദ് മലയാളത്തിൽ എഴുതിയിട്ട് അങ്ങോട്ട് വായിക്കാൻ നോക്കിയതാണ്. എന്നിട്ടും അതായത് അറബിയിൽ പോകുന്നില്ല എന്ന് മാത്രമല്ല, മലയാളത്തിൽ എഴുതിയിട്ടും അവിടേക്ക് ആണ്ട് പൂർണ്ണമാകുന്നില്ല എന്നുള്ളതാണ്. ഇനി ഒരു ഫലായിൽ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കൂലിക്ക് ആളെ വെച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പാട്ട് പാടിയിട്ട് പെണ്ണുങ്ങളെ വീഴ്ത്തുന്ന ഒരു വീഡിയോ ഉണ്ട്. ഈ 4 വീഡിയോ ആണ് ഇന്ന് കാണിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഫലായിൽ പറയുന്നത് എത്ര വയസ്സായി? 47 വയസ്സായി. പുണ്യമോളം ജീവിതം ബർക്കത്ത് ചെയ്യട്ടെ. ആദ്യത്തെ കല്യാണ രണ്ടാമത്തെ വന്നീനോ? അള്ളാഹു രണ്ടാമത്തൊരു മണിയറിൽക്കൽ, മൂന്നാമത്തൊരു മണിയറിൽക്കേണ്ട ഒരു അവസ്ഥ അള്ളാഹു തരാതിരിക്കട്ടെ. ഇനി കല്യാണം കഴിക്കുന്ന 47 വയസ്സായി, ഇനിയൊരു കല്യാണം പ്രതീക്ഷിച്ചിട്ട്. അപ്പോൾ 47 വയസ്സുള്ള പൊന്നുമോളെ രണ്ടാമത് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കെട്ടിയിരിക്കുന്നത് കുട്ടികളില്ലാത്തത് കൊണ്ടായിരിക്കാം. അതായിരിക്കും ഇങ്ങനെ പറഞ്ഞത്. ഇനി 2 മണിയറ, ഇനി മൂന്നാമതൊരു മണിയറ കെട്ടാനുള്ള, ഇനി 3ാമത് മണിയറ അല്ല അവിടെ അവരുടെ അളവിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കേണ്ട ചെയ്യാമിത്. അത് അന്നം കൊണ്ടല്ല, അന്നേക്കാട്ടിലും മേലുള്ളവരെയും കൊണ്ട്. ഷിയായിസത്തിൻ്റെ വക്താക്കളായ തങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങളെ കൊണ്ട് ആരെയും കൊണ്ടും കഴിയില്ല, അല്ല ഉദ്ദേശിക്കുന്നു വെച്ചെങ്കിൽ. അപ്പോൾ അതൊന്നുമല്ല നമ്മളുടെ വിഷയം. ഇത് ഫലായിൽ പറഞ്ഞപ്പോൾ 47 വയസ്സുള്ള പൊന്നുമോളുടെ കഥ പറഞ്ഞതാ. ഈ 42 വയസ്സുള്ള ഹാമിദ്, 47 വയസ്സുള്ള പൊന്നുമോള്. എന്നിട്ട് പറഞ്ഞത് എന്താണ്, തങ്ങളിപ്പാപ്പാൻ്റെ അടുത്ത് മുന്നേ വന്നിട്ടുണ്ട്. ഏതാ തങ്ങളിപ്പാപ്പ? ഈ പനേ ആരാ തങ്ങളിപ്പാപ്പ എന്ന് പറഞ്ഞത്? ഞാൻ തന്നെ. ഈ ഒരു സിനിമയിൽ ഒരു കുഞ്ഞൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പോൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ ബ്രോക്കർ പറയും ചെക്കൻ്റെ പേരെന്താന്ന് വീട്ടുകാർ ചോദിക്കുമ്പോൾ ബ്രോക്കർ പറയും കുഞ്ഞൻ എന്ന് പറയും. അപ്പോൾ കുഞ്ഞൻ പറയണത് എൻ്റെ പേര് കുഞ്ഞൻ എന്നല്ല, വിമൽ കുമാറാണ് എന്ന്. അത് ആരട്ടെന്ന്, ഞാൻ തന്നെ എന്നെ വിളിക്കുന്ന പേരാണെന്ന്. അതേപോലെ മൂപ്പരെ വിളിക്കുന്ന പേരാണ് എന്തെന്നറിയോ? തങ്ങൾ പാപ്പ. തങ്ങൾ ഉമ്മാന്ന് വിളിക്കാറുണ്ട്. നന്നായി. ഇനി ഒരു ഫലായിൽ പറയിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ട്, അന്ന് കണ്ടു നോക്കാം നമുക്ക്. പൈസ എന്തായാലും വെച്ച കിട്ടുമല്ലോ. എല്ലാവർക്കും തക്ബീർ നമ്മൾ ചൊല്ലും. മാഷാ അല്ലാഹ്, മോനെ കല്യാണം ശരി. ഇവിടെ വന്നിന്, ഇവിടെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5-6 കൊല്ലത്തെ പരിചയമുണ്ട്. അള്ളാഹ് എനിക്ക് തന്നെ നിയമത്ത് എന്നെ ആര് പരിചയപ്പെട്ടാലും വേറെ പോവില്ല. അതൊരു അത് അള്ളാഹ് തന്നൊരു നിയമത്ത. അള്ളാഹു മൂപ്പരെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും പുറത്തു പോകില്ല എന്നാണ് പറഞ്ഞത്. ഏതോ ഒരു താത്താൻ്റെ പെണ്ണിൻ്റെ കല്യാണം ശരിയായിക്കണം എന്നുള്ളതാണ്. ഞാനിപ്പോഴും പറയുന്നു, മണ്ണാർക്കാട് ഭാഗത്ത് കല്യാണം ശരിയാവാത്തത് ആൺകുട്ടികൾക്കാണ്. പെൺകുട്ടികൾ ഉള്ള വീടുകളിൽ നിന്ന് കല്യാണം പെട്ടെന്ന് നടന്നു പോകുന്നുണ്ട്. പെൺകുട്ടികൾക്ക് പ്രായമാവുന്നതോടെ 18 വയസ്സാവുന്നതോടെ അവരുടെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇവിടെ മണ്ണാർക്കാട് ഭാഗത്ത് ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാത്ത ഒരവസ്ഥയുള്ളത്. ഇപ്പോൾ ഒരു താത്ത അവിടെ വന്നിട്ട് പറയും, ഇനിയിപ്പോൾ ഏത് ഉഗാണ്ടയിൽ നിന്ന് വന്നിക്കുകയാണെന്നാവേ 37 മകൾക്ക് കല്യാണം ശരിയായിന്ന്. അപ്പോൾ ഇതുവരെ കല്യാണം നടന്നിട്ടില്ല. തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് വന്നപ്പോഴാണ് കല്യാണം ശരിയായിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് വന്നോലൊന്നും പിന്നെ അവിടെ വരാതിരിക്കണില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വരാതിരിക്കുക എന്നുള്ളത് മുത്തുമണികളാണല്ലോ പോകുന്നത്. മുത്തുമണികൾ ആരാണെന്നുള്ളതൊക്കെ അമീർ ഒതുക്കങ്ങളുടെ വീഡിയോയിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ആ മുത്തുമണികളെ പിടിച്ചിരുത്തുന്ന പാട്ടൊന്ന് കേട്ടോളൂ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഒരു പാട്ട് പാടണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്
പിന്നെ പറയാനുള്ളത് പഴയ രസം കൊടുത്തിട്ട് മക്കൾക്ക് നിങ്ങൾ കൊടുക്കരുത് കേട്ടോ. പരമ്പരി ചുമ്മാ വിട്ട് ചുമ്മില് നടക്കുന്ന സുരത്തെ നാമ കൊണ്ട് നാട്ടിലെ കഥയുണ്ടോ നാള് കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ ഖബറെന്ന ഭയങ്കര വീട്ടിലെ അമിതേ അതന്നെയാണ് എൻ്റെ അടുത്തും പറയാനുള്ളത്. ഇത് പാട്ടിലൊരു രസത്തിന് അങ്ങോട്ട് പാടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഖബറെന്ന ഭയങ്കര വീട്ടിൽ പോയിട്ട് അന്നക്കും കിടക്കണം, എനിക്കും കിടക്കണം, ഇത് കേൾക്കുന്ന ആളുകൾക്കും കിടക്കണം, അന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യാക്കോമിനും കിടക്കണം. ആ ഖബറെന്ന വീട്ടിൽ മാത്രം കിടന്നാൽ മതിയോ? പിന്നെ മഷറയിൽ പോയി നിൽക്കണ്ടേ? എജ്ജ് കുറച്ചൊന്ന് കണക്ക് പറയേണ്ടി വരും അമിതേ. നമുക്കൊക്കെ ഒരു പരിധി ഉണ്ട്. നമ്മൾ ഒരാളുടെ മുതലും പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും ആത്മീയ ചൂഷണം നടത്തിയിട്ടും തിന്നുന്നില്ല, മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നില്ല. പല ആളുകളും പറയാറുണ്ട്, നമ്മളൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടില്ലേ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത്. എൻ്റെ പൊന്നാര ജാഹിലീങ്ങളെ, ഈ പറയുന്ന ആള് യൂട്യൂബിൽ നിന്ന് തിന്നുന്നത് മാത്രമല്ല, ആളുകളെ നേർക്ക് നേരെ വഞ്ചിച്ചും പറ്റിച്ചുമാണ് തിന്നുന്നത്. ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നല്ല അധ്വാനം ഉണ്ട്. ഒരു വീഡിയോ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ പോരാ, ഇത് എഡിറ്റ് ചെയ്യണം. ഇത് ലൈവല്ല, എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കണം. അതിനൊരുപാട് നെറ്റ് ആവശ്യമാണ്, സമയം ആവശ്യമാണ്. ഇനി അതൊക്കെ പോട്ടെ, ഇതിലൂടെ പറഞ്ഞിട്ട് ഞാൻ ആരൊക്കെന്നെങ്കിലും ₹1 ഒരു നയാ പൈസ ആരൊക്കെന്തെങ്കിലും ചോദിച്ചു വാങ്ങിയിട്ടുണ്ടോ? എനിക്ക് കഴിഞ്ഞ റംസാനിക്കൊക്കെ പല ആളുകളും വിളിച്ചുകൊണ്ടും വിളിക്കാതെയൊക്കെ സക്കാത്തിൻ്റെ വിഹിതം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങൾ അറിയുന്ന പല ആളുകളും എന്നെ സഹായിച്ചിട്ടുണ്ട്, ഞാൻ സ്വീകരിക്കാറുണ്ട്. ഇന്നേ വരെ ഞാൻ ആരൊക്കെന്തെങ്കിലും എന്തെങ്കിലും ₹1 ചോദിച്ചു വാങ്ങിയിട്ടുണ്ടോ? ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ദീനിന്റെ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ ചെങ്ങായിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ആദ്യം നിർത്തിയിട്ടാവാം നമ്മളെ യൂട്യൂബിന്റെ ഏണിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ. ഇതിൽ നിന്ന് എന്താനത്തലയാണ് കിട്ടാറുള്ളത് എന്നുള്ളതൊക്കെ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾക്കറിയാം. പിന്നെ ഈ വലിയ വലിയ സെലിബ്രിറ്റികൾ നടത്തുന്ന യൂട്യൂബ് ചാനലുകൾ, അതിലേക്ക് ലക്ഷങ്ങൾ വരാറുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അതിൻ്റെ ആ ഒരു കണ്ടന്റും നമ്മൾ വിമർശനാത്മകമായിട്ടുള്ള വീഡിയോകളാണ്, റിയാക്ടിങ് വീഡിയോസാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, മറ്റുള്ളവരുടെ വീഡിയോകൾ ചേർത്തുകൊണ്ടാണ് എൻ്റെ വീഡിയോകൾ വരാറുള്ളത്. എൻ്റെ മാത്രം ക്രിയേഷൻ ഒന്നും ഇതിൽ വരുന്നില്ല. മറ്റുള്ളവരുടെ വീഡിയോ എടുത്തുകൊണ്ട് അത് റിയാക്ട് ചെയ്തുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതിനൊക്കെ പരിമിതികളുണ്ട് സഹോദരന്മാരെ. ഇൻഷാ അല്ലാഹ് കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ വരുന്ന വീഡിയോകളുണ്ട്. അപ്പം ഇനി അത് പറഞ്ഞുകൊണ്ട് പറയല്ല, ഇതൊക്കെ ഒന്ന് തർത്തീബാക്കിയിട്ട് വരും നമ്മുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്. ഞാനിപ്പോൾ പന്ത് കളി തുടങ്ങിക്കാണ്. തീരെ വയ്യ, എനിക്ക് തടിയുള്ളൂ. ഡോക്ടർമാർ പറഞ്ഞു ദിവസം 1 മണിക്കൂർ എക്സസൈസ് ചെയ്യാൻ. അപ്പോൾ എക്സസൈസ് ചെയ്തൊന്ന് വരയ്ക്കുന്നില്ല, പന്ത് കളിച്ചാൽ പോയപ്പോൾ ശരീരം നമ്മൾ നോക്കണ്ടേ, ശരീരം നമ്മൾ നോക്കണം. കുട്ടികളൊക്കെ കളിച്ചാൽ നടക്കുകയാണ്, മനസ്സിലായില്ല? മാഷാ അല്ലാഹ്. അത് സാറ് നമ്മൾ ശരീരം നല്ലത് വയർത്താൽ നമ്മൾ വെറുതെ ഇരിക്കല്ലേ, ഇറച്ചിയും മീനും ബീഫും ഒക്കെ കൂട്ടിയിട്ട് നല്ല ഇരിക്കല്ലേ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോ ഫാറ്റ് ലിവർ ഉണ്ട്. ഹായ്, ഇജ്ജ് പന്തും കളിക്കേണ്ടി വരും, പലതും കളിക്കേണ്ടി വരും. എന്താ വെച്ചാൽ ആരാന്റെ പൈസ വാങ്ങിയിട്ട് വെറുതെ നക്കിയിരിക്കുമ്പോ നമുക്ക് പല രോഗങ്ങളുണ്ടാവും. ഇജ്ജല്ല എല്ലാരും രോഗങ്ങളും മാറ്റി കൊടുക്കുന്ന ആള്. എന്താ എന്റെ രോഗം എനിക്ക് മാറ്റാൻ കഴിയില്ല? ഇത് കേട്ടിട്ടേ ആൾക്കാർ മനസ്സിലാക്കിയാൽ ഓന് പന്ത് കളിക്കാൻ പറഞ്ഞ ഡോക്ടർ ഇറച്ചി